പറയാൻ പോകുന്നത് ഗ്യാസ് വെലോസിറ്റി അറ്റ് മാക്സിമം എൻട്രോപ്പി പോയിന്റ് എഫ് അല്ല, ഇത് മുമ്പത്തെ സ്ലൈഡിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടാണ്. എഫിന് പകരം നമ്മൾ മുമ്പ് അറിവ് ചെയ്തെന്തായിരുന്നു, എൻട്രോപ്പി പോയിന്റ് എഫ് അറ്റ് ഫാനോ ലൈനിൽ മാക്സിമം എൻട്രോപ്പി പോയിന്റ് എഫ് ഫാനോ ലൈനിലുള്ളതിൽ എന്താണ് ഗ്യാസ് വെലോസിറ്റി സോണിക്കാണ്, M=1. ഇത്തവണ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് വെലോസിറ്റി അറ്റ് മാക്സിമം എൻട്രോപ്പി പോയിന്റ് ഓൺ റാലി ലൈൻ. റാലി ലൈനിലെ മുമ്പ് നല്ലൊരു പേര് കൊടുക്കാൻ പറ്റിയൊരു പേര് എന്താണ്, ആറാണ്. മാക്സിമം എൻട്രോപ്പി പോയിന്റ് റാലി ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കർവ്, 2 കർവുകളുണ്ട് ഇതിൽ നമുക്കിപ്പോൾ ആവശ്യമുള്ള കർവ് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇതൊരു HS ഡയഗ്രത്തിൽ ആണുള്ളത്. HS ഡയഗ്രത്തിൽ നമ്മൾ ഒരു പ്രഷർ വിചാരിക്കുക, PX ഒരു P1 എന്ന് വിചാരിച്ചാൽ മതി. ഇത് PX എന്ന് പറയാൻ കാരണം ഇത് ഷോക്കിൻ്റെ ഭാഗമായി ഡിറൈവ് ചെയ്ത ഫിഗറിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. 0.1 എന്ന് വിചാരിച്ചാലും മതി. അപ്പോൾ ഈ 0.1 നിന്നും എന്താണ് മറ്റൊരു പ്രഷർ ഏതാണ്, പ്രഷർ ലൈൻസ് എല്ലാം എങ്ങനെയാണെന്ന് അറിയാലോ വണ്ടിയിൽ. പ്രഷർ ലൈൻസ് മറ്റൊരു പ്രഷറിലേക്ക്, Y എന്നുള്ള പ്രഷർ ആയിക്കോട്ടെ, Y എന്നുള്ള പ്രഷറിലേക്ക് ഉള്ള ഒരു റാലിയിലാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. നേരത്തെ വരച്ചത് എന്തായിരുന്നു, നേരത്തെ ഡിറൈവ് ചെയ്തത് ഫാനോ ലൈനായിരുന്നു. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് റാലി ലൈൻ ഇതിങ്ങനെ പോകുന്നു. ഓക്കെ, നമ്മൾ കളറ് ഇതായതുകൊണ്ട് പ്രശ്നം തോന്നുന്നുണ്ട്, കാരണം ഇത് പ്രഷർ ലൈൻ ഇതാണ് കേട്ടോ, പച്ച നിറം കൊടുക്കാം ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ റാലി ലൈൻ റെഡി ആയിട്ടുണ്ട്. റാലി പ്രോസസ്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ മാക്സിമം എൻട്രോപ്പി പോയിൻ്റ് എത്രയാണ്, മാക്സിമം എൻട്രോപ്പി വരുന്ന പോയിൻ്റ് എവിടെയാണ്, മാക്സിമം എൻട്രോപ്പി പോയിൻ്റ്, എൻട്രോപ്പി മാക്സിമം വരുന്നത് ഇതിന് വേണ്ട, ഇവിടെയാണ് മാക്സിമം, പോയിട്ട് വളഞ്ഞ് തിരിച്ചു പോവാണ്. മാക്സിമം എൻട്രോപ്പി വരുന്നത് ഇവിടെയാണ്, ഈ കാണുന്ന പോയിൻ്റ്. അപ്പോൾ ഈ മാക്സിമം എൻട്രോപ്പി പോയിന്റിൽ നമ്മളൊരു പേര്, അതിൻ്റെ പേരെന്താ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ പേര് നമ്മൾ 6 എന്നാണ് കൊടുക്കുന്നത്, മാക്സിമം എൻട്രോപ്പി പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ മാക് നമ്പർ 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മളിങ്ങനെ വെറുതെ എഴുതിയിട്ട് കാര്യമില്ല, മാക് നമ്പർ =1 എഴുതിയിട്ട് കാര്യമില്ല, പ്രൂവ് ചെയ്യണത്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നമ്മളെന്ത് ചെയ്യുന്നു, എന്താണ് ചെയ്യേണ്ടത്, നേരത്തെ ചെയ്തിരുന്നത് അതേ സ്റ്റെപ്പ് തന്നെയാണ്, ഏകദേശം സിമിലറാണ്, ഒരു സ്റ്റെപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതിനെന്തായിരുന്നു, കൺസിഡർ ആൻ ഇൻഫിനൈറ്റ്സിമൽ ആകെ തെറ്റിയല്ലോ അല്ലേ, ഇൻഫിനൈറ്റ്സിമൽ പ്രോസസ്. എവിടെ, മൊത്തത്തിലൊരു പ്രോസസ്സാണ് അത് ഓൾറെഡി, ഇത് മൊത്തത്തിലൊരു പ്രോസസ്സാണ്. അതിൽ തന്നെ നമ്മളൊരു ചെറിയ പ്രോസസ്സ് വിചാരിക്കുകയാണ്, ഒരു ചെറിയ പ്രോസസ്സ് ഇവിടെ ഒരു ചെറിയ പ്രോസസ്സ് വിചാരിക്കുകയാണ്. ഇൻഫിനിറ്റിസിമൽ പ്രോസസ് ഇൻ വിസിനിറ്റി ഓഫ് എവിടെ, ആർ എന്നുള്ള പോയിൻ്റാണ് നമ്മുടെ കേസിൽ മാക്സിമം എൻട്രോപ്പി പോയിന്റ്, 6ൽ വിചാരിക്കുകയാണ്. ഇനി നമ്മൾ മൊമെൻ്റ് ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. രണ്ടാമത്തെ മൊമെൻറ്റം, നേരത്തെ എഴുതിയത് എന്തായിരുന്നു, മൊമെൻ്റ് ഇക്വേഷൻ അല്ല, നേരത്തെ എഴുതിയ എനർജി ഇക്വേഷൻ ആയിരുന്നു. ഇത്തവണ നമ്മൾ എഴുതാൻ പോകുന്നത് മൊമെൻ്റ് ഇക്വേഷൻ. കാരണം ഈ കേസിൽ റാലി പ്രോസസ്സിൽ എന്താണ് എനർജി ഇക്വേഷൻ എഴുതാൻ പറ്റില്ല, കാരണം Q എന്താണ്, Q 0 അല്ല, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, എനർജീസ് കൺസർവ്ഡ് ഒന്നുകൊണ്ട് എഴുതാൻ പറ്റില്ല, എനർജി വന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഇതിൽ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. അപ്പോൾ മൊമെൻറ്റം ഇക്വേഷൻ ഗീവ്സ്, മൊമെൻ്റ് ഇക്വേഷൻ ഏതാണ് ഓർമ്മയുണ്ടോ, മൊമെൻറ്റം ഇക്വേഷൻ നമ്മൾ മുമ്പ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ കിട്ടിയത്, നമ്മുടെ ഇമ്പൾസ് ഫംഗ്ഷൻ ഇസ് എ കോൺസ്റ്റൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് ഇമ്പൾസ് ഫംഗ്ഷൻ എന്താണ്, PA + ρc² ഇസ് എ കോൺസ്റ്റൻ്റ്. അതിൽ ഇത് കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് എന്നുള്ള കേസിൽ നമ്മൾ അറിയില്ലോ, റാലി ഫ്ലോ ഈസ് ഇൻ ഏരിയ കോൺസ്റ്റൻ്റ് ഏരിയ പ്രോസസ്സാണല്ലോ, കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റിലുള്ള സംഭവമാണ് റാലി ഫ്ലോ. അപ്പോൾ അണ്ടർസ്റ്റുഡ് ആണ്, കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ വെട്ടിക്കളഞ്ഞ 2 സൈഡിൽ നിന്ന്.
അപ്പോൾ ശരിക്കും എന്താണ് വേണ്ടത്? എഫ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇമ്പൾസ് ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് എഴുതിയിട്ട് എഫിന് പോലെ എന്താണ് പി എ പ്ലസ് റോ സി സ്ക്വയർ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് എഴുതിയിട്ട് ഏരിയ രണ്ടിലും കോമൺ ആയ ഏരിയ പുറത്തേക്ക് എടുത്തു. ഏരിയ പുറത്തേക്ക് എടുത്തതിന് ശേഷം എന്താണ് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം P1 A1 A1 എഴുതേണ്ട കാര്യമില്ല. എ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണല്ലോ, എന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്തായി പി പ്ലസ് റോ സി സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ബൈ എ. ഈ കോൺസ്റ്റൻറ്റ് ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റ് 2. ഇപ്പോൾ പി പ്ലസ് റോ സി സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ഏത് കോൺസ്റ്റൻറ്റ് 1 2 നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരു കോൺസ്റ്റൻറ്റ് 2 എന്ന് കൊടുക്കാം. അവിടെ കോൺസ്റ്റൻറ്റ് 1 എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കോൺസ്റ്റൻറ്റ് 2 എന്ന് കൊടുക്കാം, ഒരു കോൺസ്റ്റൻറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് കോൺസ്റ്റൻ്റ് ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് എടുക്കാം. ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്. അപ്പോൾ എന്ത് വരും? ഡി പി പ്ലസ് ഇതെന്ത് വരും? ഫംഗ്ഷൻ യു വി എന്താണ്? ഡി ഓഫ് യു വി എന്താണ്? യു ഡി വി പ്ലസ് വി ഡി യു അതല്ലേ? അത് പ്രകാരം എന്ത് വരും? ആദ്യം സി സ്ക്വയർ ഇവിടെ ഓർഡർ മാറ്റിയെടുക്കാൻ വേണമെങ്കിൽ ഓർഡറിന് അങ്ങനെ കുഴപ്പമില്ല, നിലവിലെ റോ ഇൻറ്റു സി സ്ക്വയറിന് എന്ത് വരും? റോ ഇൻറ്റു 2c ഡി സി പ്ലസ് സി സ്ക്വയർ ഇൻറ്റു 0 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണെന്നറിയാലോ. ഇനി ഇതിലൊരു ഡി സി ഉണ്ടോ? ഇതിൽ ഡി സി, ഈ ഡി സിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത സബ്സ്റ്റിറ്റ്യൂഷനാണ്. വേണമെങ്കിൽ ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്താണ് ഡി സി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യാം. ആ നോർമൽ ഫ്ലോ ഉണ്ട്, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ നോർമൽ ഫ്ലോയിൽ വേണമെങ്കിൽ എഴുതിക്കോളൂ. റോ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. എന്തുകൊണ്ടാണ് റോ സി കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എം ഡോട്ട് ഈസ് എ കോൺസ്റ്റൻറ്റ്. എം ഡോട്ട് കോൺസ്റ്റൻ്റ് ആണ്. മാസ് കണൽ പിന്നെ അതൊക്കെ നോട്ടിസ്റ്റോടെ അല്ലേ? മാസ് ഫ്ലോയിൽ മാറ്റം വരില്ലല്ലോ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് കോൺസ്റ്റൻ്റ് ഏരിയ ഡക്റ്റൂണ്. അപ്പോൾ എം ഡോട്ട് എ കോൺസ്റ്റൻ്റ്. എം ഡോട്ട് എ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എം ഡോട്ട് എ എന്ന് പറഞ്ഞാൽ റോസിയാണ്. അപ്പോൾ റോസി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ റോസി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നുള്ള കിട്ടി. അപ്പോൾ രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എന്ത് വരും? ആദ്യം എന്ത് ചെയ്യുക? ഈ പറഞ്ഞ സംഭവം ഡി ഓഫ് യു വി റോ ഡി സി പ്ലസ് സി ഡി റോ ഈക്വൽ ടു 0. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡി സി കിട്ടണം. ഡി സി റോ ഡി സി ഈക്വൽ ടു മൈനസ് സി ഡി റോ, ഡി സി ഈക്വൽ ടു മൈനസ് സി ഡി റോ ബൈ റോ എന്ന് പറഞ്ഞ സംഭവം കിട്ടും. മൈനസ് സി ബൈ റോ ഡി റോ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണ് റോ. അപ്പോൾ ആ സംഭവം നമ്മൾ ഈ ഡി സിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് കൊടുക്കും? ഡി സി ഈക്വൽ ടു ഇങ്ങനെയുള്ളത് നമ്മൾ ഇതിലേക്ക് കൊടുക്കും. അതിലേക്ക് ഒന്ന് കൊടുത്തു നോക്കിയാലോ? കൊടുത്തു നോക്കാം നമുക്ക്. എന്ത് വരും? ഡി പി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫോർ ഡി സി ഈക്വൽ ടു മൈനസ് സി ബൈ റോ ഡി റോ എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. അപ്പോൾ എന്താണ്? ഡി പി പ്ലസ് റോ ഇൻറ്റു 2c ഇൻറ്റു മൈനസ് സി ഡി റോ. ഈ കാണുന്ന സംഭവം ഉണ്ടാവുന്നില്ലേ? പ്ലസ് സി സ്ക്വയർ ഡി റോ ഈക്വൽ ടു 0. ഇവിടെ ചെയ്ത് വരുമ്പോൾ എന്ത് വരും? ഇത് സി സ്ക്വയർ ആയിട്ട് തന്നെ വരില്ലേ? ഇത് സി സ്ക്വയർ വരും. ഇത് മൈനസ് സി സ്ക്വയർ ആയിട്ട് വരും. ഈ റോയും വെട്ടിപ്പോവും. ഇവിടെ സി സ്ക്വയർ. അപ്പോൾ എന്ത് വരും? ഡി പി മൈനസ് വരും. മൈനസ് 2c സ്ക്വയർ ഡി റോ പ്ലസ് സി സ്ക്വയർ ഡി റോ ഈക്വൽ ടു 0. ഡി റോ സി സ്ക്വയർ നമ്മൾ കോമൺ രണ്ടിലും. ഇതിൽ മൈനസ് 2, ഇത് പ്ലസ് 1. അപ്പോൾ എന്ത് വരും? കോമൺ ആയിട്ട് മൈനസ് 1 വരും. സി സ്ക്വയർ ഡി റോ ഈക്വൽ ടു 0. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്താൽ മതി? ഇനി ഇതിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഡി പി ഈക്വൽ ടു സി സ്ക്വയർ ഡി റോ. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് ഡി റോനെ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? ഡി പി ബൈ ഡി റോ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഈ ഡി പി ബൈ ഡി റോ ചേഞ്ചസ് ഇൻ സ്മോളാണ്. ചേഞ്ചസ് ഇൻ എൻട്രോപ്പി സ്മോൾ അല്ലേ? സ്മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്മോൾ അല്ല, 0 തന്നെ വേണമെങ്കിൽ പറയാം.
ഇവിടെ ഡെൽറ്റ എസ് 0 ആണ് ഈ കാണുന്ന സ്ഥലത്ത്, ഈ ലൈനിൽ. ഇവിടെ ചേഞ്ച് കണ്ട ഡെറിവേറ്റീവ് സ്ലോപ്പ് കണ്ടില്ലേ, സ്ലോപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെറിവേറ്റീവ് 0 എന്നല്ലേ പറയാം. ഇവിടെ സ്ലോപ്പിൽ ഡെറിവേറ്റീവ് 0 വരും. ഡെറിവേറ്റീവ് 0 ഡെൽറ്റ എസ് ബൈ സംഭവം ചെയ്യുമ്പോൾ 0 വരുന്നത് കൊണ്ട് അവിടെ എന്താണ് എസ് ഐസോട്രോപിക് അവിടെ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്? സിൻസ് ചേഞ്ചസ് അടുത്തിൽ എഴുതിയാൽ മതി. അടുത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊന്നും ഇവിടെ എഴുതി വെറുതെ ക്രൗഡ് ആകണ്ട. നമുക്ക് അവിടെ വരെ കിട്ടി dp = c² വരെ കിട്ടിയില്ലേ. ഇനി എന്ത് വേണ്ടത്? സ്റ്റെപ്പ് പറയുകയാണെങ്കിൽ എക്സാമിന് എഴുതുന്നവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് സിൻസ് ചേഞ്ചസ് ആർ സ്മോൾ നിയർ എവിടെ ആർ എന്നുള്ള പോയിന്റിൽ പ്രോസസ് ക്യാൻ ബി കൺസിഡേർഡ് ഐസെൻട്രോപിക്. അതുകൊണ്ട് തന്നെ dp/d(rho s dp/d(rho s ഈക്വൽ ടു c² എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ എസ് കൊടുക്കാറായിട്ടില്ല, dp/d(rho c². ഇനി ഐസെൻട്രോപിക് ഇവിടെ കൊടുക്കാം നല്ലത്. സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല, ഇങ്ങനെ സ്റ്റെപ്പ് എഴുതണം. അപ്പോൾ dp/v0 dp/d(rho എൻ്റെ ഈ നോർമൽ ഫ്ലോയിൽ ഏതെങ്കിലും കുഴപ്പമില്ല. dp/d(rho ഐസെൻട്രോപിക് ഈക്വൽ ടു s². അപ്പോൾ എന്ത് വരും? a² ഈക്വൽ ടു c² എന്ന് വരും. ഇനി റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം 1 ഈക്വൽ ടു c²/a², അഥവാ 1 ഈക്വൽ ടു m². അപ്പോൾ m ഈക്വൽ ടു 1. ഓക്കെ. അപ്പം നമ്മളെന്ത് ഡിറൈവ് ചെയ്തത്? ഏതൊരു ടോപ്പിക്ക് ഗ്യാസ് വെലോസിറ്റി അറ്റ് മാക്സിമം എൻട്രോപ്പി പോയിന്റ് ആർ ഓൺ റാലി ലൈൻ ഇസ് m ഈക്വൽ ടു 1. അപ്പോൾ നമ്മളൊരു റാലി ലൈൻ വരച്ചു. അതിൽ ഈ കാരണം മാക്സിമം എൻട്രോപ്പി പോയിന്റ് എടുത്തു. അവിടെ ഡെൽറ്റ 0 ആണ്, കാരണം അവിടുത്തെ കർവ് കണ്ട ഷേപ്പ് കണ്ട അറിയാം. അപ്പോൾ അവിടെ നമുക്ക് ഐസെൻട്രോപ്പിക്കായിട്ട് ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ഐസെൻട്രോപ്പിക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ബാക്കി എല്ലായിടത്തും പറ്റില്ല. ഈ ഭാഗത്ത് മാത്രം നമുക്ക് ഐസെൻട്രോപ്പിക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഭാഗം ഐസെൻട്രോപ്പിക് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഡെറിവേഷനിൽ എന്ത് വരുന്നത്, ഈ dp/d(rho s എന്ന് കൊടുക്കാൻ പറ്റുന്നത്. ഇത് s എന്ന് ഐസെൻട്രോപ്പിക് എന്നുള്ളത് കൊടുത്താൽ മാത്രമേ ഇത് a² ആയിട്ടും വരുള്ളൂ. ഇവിടെ s എന്ന് കൊടുക്കാത്തടത്തോളം കാലം അത് a² അല്ല. അത് ഐസെൻട്രോപ്പിക് ആയിട്ടുള്ള സമയത്ത് dp/d(rho ആണ് a². അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ തവണ നമ്മൾ വ്യത്യാസം വരുത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേഷനിൽ മൊമെൻറ്റം ഇക്വേഷൻ വഴിയാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിലോ റാലിക്ക് പകരം ഫാനോ ചെയ്തപ്പോൾ എന്തായിരുന്നു? ഫാനോ ചെയ്തപ്പോൾ നമ്മളവിടെ ഉപയോഗിച്ചിരുന്നത് മൊമെൻ്റ് ഇക്വേഷൻ അല്ല, എനർജി ഇക്വേഷൻ. ഓക്കെ, നമ്മളിത് സക്സസ്ഫുള്ളി ഡിറൈവ് ചെയ്തു. ഓക്കെ.